ഹലോ തിരുവനന്തപുരം. ഇപ്പോൾ തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന സമ്മർ കാർണിവൽ 25-ലെ കാഴ്ചകളാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിൻ്റെ പാസിൻ്റെ വില 50 രൂപയാണ്. പാസ് ഒരു ബാൻഡായി നമ്മുടെ കയ്യിൽ അവർ കെട്ടിത്തരും. ടൈമിംഗ് വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. മാർച്ച് 30 തുടങ്ങി ഏപ്രിൽ 6 വരെയാണ് ഡേറ്റ് അവർ ഇട്ടേക്കുന്നത്. ഉള്ളിലായി പലതരം ചെറുകിട കച്ചവടങ്ങളുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇങ്ങനെ ഒരു പോസ്റ്റർ വിൽക്കുന്ന ഒരു ചെറിയ സ്റ്റോൾ ഉണ്ടായിരുന്നു. തറയിലിട്ടാണ് വിൽക്കുന്നത്. പിന്നെ ടൈമിംഗ് ചാർട്ട്, ഒരുപാട് സ്റ്റേജസ് ഉള്ളിലുണ്ട്. അതിൽ ഓരോന്നിലും ഓരോ സമയം നടക്കുന്ന പരിപാടിയുടെ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി വേണം നമ്മൾ ഓരോ സ്റ്റേജും കാണാനായിട്ട്. പിന്നെ പാനിപൂരി വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് പുറത്തായിട്ട്. നമ്മൾ ഈ രാജസ്ഥാൻ പവലിയൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു മോഡൽ അവർ ചെയ്തിരിക്കുന്ന പവലിയൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആദ്യം കാണുക ഈ ഒരുക്കി നിരത്തിയിരിക്കുന്ന ഒട്ടകമാണ്. പിന്നെ രാജസ്ഥാൻ ഫോക്ക് മ്യൂസിക് ഉണ്ട്, അതുപോലെ തന്നെ ഫോക്ക് ഡാൻസ് ഉണ്ട്. ഇതെല്ലാം പ്രത്യേക ടൈമിങ്ങിലാണ് നടക്കുന്നത്. 15 മിനിറ്റ് ഉള്ള ഷോയാണ്. അത് ഏകദേശം 15 മിനിറ്റ് ഇടവിട്ടാണ് ഓരോ ഷോയും വരുന്നത്. പിന്നെ ഈ പാവകളിയുണ്ട്. ഇത് നിയന്ത്രിക്കുന്നത് ഒരാളാണ്, ബാക്കിലാണ്. സൈഡിൽ ഈ ഒരു ചെണ്ട പോലെയുള്ള സംഭവം കൊട്ടുന്നത് വേറൊരാളാണ്. പിന്നെ ഈ രാജസ്ഥാൻ ഫോക്ക് ഡാൻസ് ഉണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. ആ കോസ്റ്റ്യൂം ആയാലും അവരൊരുങ്ങിയിരിക്കുന്ന രീതി ആയാലും മൂവ്മെൻറ്റ്സ് ആയാലും അതൊരു പ്രത്യേക ആകർഷണമായിരുന്നു കേട്ടോ. പിന്നെ പല രീതിയിൽ നമുക്ക് രാജസ്ഥാൻ്റെ വേഷം അണിഞ്ഞ് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. ഈ കിടക്കുന്ന ഡ്രസ്സിൽ നിന്നും ചെരുപ്പിൽ നിന്നും എല്ലാം നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതണിഞ്ഞ് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇത് രാജസ്ഥാനി ബാംഗിൾ മേക്കിങ്ങിൻ്റെ സ്ഥലമാണ്. പക്ഷെ ഞാൻ വന്നപ്പോൾ ആ മേക്കിംഗ് എല്ലാം കഴിഞ്ഞായിരുന്നു. വാങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഐറ്റംസ് ഫുള്ള് കേരള ടൈപ്പ് തന്നെയാണ്. നമ്മൾ തിരുവനന്തപുരം സാധാരണ കാണുന്ന ഫുഡ് കോർട്ട്സും അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് മാത്രമാണ് ലഭിക്കുന്നത്. അതിലങ്ങനെ വെറൈറ്റി ഒന്നും ഞാൻ കണ്ടില്ലായിരുന്നു. പിന്നെ മലയാളി കലാകാരന്മാർ തന്നെയാണ് ഒരുങ്ങി നിന്നത്. ഈ ഒരു ചിത്രശലഭമോ അല്ലെങ്കിൽ വീശറിയുടെ ഷേപ്പിലോ ഉള്ള ഈ ഒരു ഫ്ലൂറസെൻ്റ് ഈ ഷേപ്പിലുള്ളൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവരെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. അതുപോലെ തന്നെ അവർ പ്രത്യേക രീതിയിൽ ഒരു മൂവ്മെൻറ്റ് ഇടുമ്പോഴത്തേക്കും അത് കാണാൻ ഫ്ലൂറസെൻ്റ് ആയതുകൊണ്ട് തന്നെ രാത്രി പ്രത്യേക ഭംഗിയായിരുന്നു. കണ്ടോ, അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് അതുവഴി നമുക്ക് വേണമെങ്കിലും നടന്നു പോവാം. ഇതെല്ലാം കാഴ്ചയ്ക്ക് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇവർ രണ്ടുപേരും മലയാളികൾ തന്നെയാണ്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം അവിടുത്തെ ഗെയിംസാണ്. നമ്മൾ സാധാരണ കാണാത്ത രീതിയിലുള്ള ഗെയിംസൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ബോട്ടിൽ ലിഫ്റ്റ് പോലെയുള്ള ഗെയിംസ്, അതുപോലെ തന്നെ ഒരുപാട് പസിൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്വീറ്റ് ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് എല്ലാം സാധാരണ മേളകളിലുള്ളതുപോലെ തന്നെ ഈ പഴയകാല കേരള മിഠായികൾ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അച്ചാറുകളുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു 7 മണി സമയത്തൊക്കെ വരുന്നതാണ് കേട്ടോ കറക്റ്റായിട്ട് എല്ലാം കണ്ടുപോകാൻ എളുപ്പം. പിന്നെ ലാസ്റ്റായിട്ടൊരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിലും കയറി ഡാൻസ് കളിക്കാം പാട്ടിട്ടിട്ട്. ഇതൊരു പ്രൊഫഷണൽ ഡാൻസറാണ്. പിന്നെ ഫുഡ് കോർട്ടുണ്ട്. അതിൽ കുടുംബശ്രീയുടെയും അല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്റ്റോളുകളും ഫുഡ് കോർട്ടും ഒക്കെ ഒരുപാടുണ്ട്. നല്ല ആൾത്തിരക്ക് ഉണ്ടായിരുന്നു. സോ ഏപ്രിൽ 6 മുമ്പേ താല്പര്യമുള്ളവരെല്ലാം വന്ന് കാണുക. വൈകുന്നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ആവറേജ് ഇവൻ്റാണ്.